നാലാമത്തേൽ 4 പാർട്ടാണുള്ളത്. അതിൽ മൂന്നാമത്തെ പാർട്ടിലേക്ക് വന്നു. ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് ആയിരിക്കണം വേറെ ആൾ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സ് അറിഞ്ഞ് പെരുമാറാൻ എങ്ങനെ മറ്റുള്ളവരെ എങ്ങനെ പ്രേരിപ്പിക്കാൻ പറ്റും. പാർട്ട് 3 ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ. അതിൻ്റെ പ്രിൻസിപ്പിൾ 1, ദ ഓൺലി വേ ടു ഗെറ്റ് ബെസ്റ്റ് ഓഫ് എൻ ആർഗ്യുമെൻറ്റ് ഈസ് ടു അവോയ്ഡ് ഇറ്റ്. മനസ്സിലായോ? ഒരു ആർഗ്യുമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഒരു ഫലം കിട്ടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ആ ആർഗ്യുമെൻറ്റ് ഒഴിവാക്കുക. ഒരാളും തർക്കിച്ച് ജയിച്ച് അവനെ അടിച്ചിരുത്തിയിട്ടോ എന്തൊക്കെ തിയറി കൂട്ടിയതായാലും ഒരുപക്ഷെ അവൻ വളരെ വിമുഖനായിട്ട് സമ്മതിക്കുകയോ എണീറ്റ് പോവുകയോ ചെയ്യും. നിങ്ങളുടെ കീഴ് ജീവനക്കാരനെ വെച്ചിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ടായാലും അവൻ വായ കൂട്ടും. പക്ഷേ അയാൾ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് കൺവിൻസായി എന്ന് യാതൊരു ഉറപ്പില്ല. കഴിയുന്നിടത്തോളം ഒരു തർക്കത്തിലേക്കും ഏർപ്പെടാതെ നോക്കുക. കഴിയുന്നതും ഒരു തർക്കം അവിടെ നിന്ന് വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക, തർക്കം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാകുക. അതിൻ്റെ കാരണം അദ്ദേഹം ഗ്രന്ഥകാരൻ ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയാണ്. ഇഫ് യു ലൂസ് യു ലൂസ്, ഇഫ് യു വിൻ സ്റ്റിൽ യു. നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ തോറ്റു, ജയിച്ചാലോ അപ്പോഴും തോറ്റു. കാരണം ആ ആൾ നിങ്ങളുടെ നിതാന്ത ശത്രുവായി, നിങ്ങളെ മിണ്ടാൻ കൊള്ളാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറ്റി. ഞാൻ തോറ്റു, ഇനി ഞാൻ അടുത്ത ദിവസം തർക്കത്തിന് വരില്ല. അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ എസ് ചെയ്യൂ പറഞ്ഞ് ഒഴിവാക്കും. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് എന്തുകൊണ്ടൊരു ആർഗ്യുമെൻറ്റ് ഒഴിവാക്കണം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ്, എ മാൻ കൺവിൻസ്ഡ് അഗൻസ്റ്റ് ഹിസ് വിൽ ഹാസ് ദ സെയിം ഒപ്പീനിയൻ. ഒരാളെ ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ സമ്മതിപ്പിച്ചാൽ അയാളുടെ അഭിപ്രായമൊന്നും മാറണില്ല. സമ്മതിച്ചേക്കാം, എനിക്ക് എൻ്റെ നേരം കഴിഞ്ഞ് ഞാൻ പോകാറായി, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അയാൾ ആർഗ്യുമെൻറ്റ് അയാൾ ഒഴിവാക്കും. അയാൾ ഒരിക്കലും അയാളുടെ ഐഡിയ മാറണില്ല. നമ്മൾ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് യു വിൻ ദ ആർഗ്യുമെൻറ്റ് ബട്ട് യു ലൂസ് ദ ഗുഡ് വിൽ. സെയിം തിങ്, ഇറ്റ് നീഡ്സ് നോ എക്സ്പ്ലനേഷൻ. പിന്നെ നാലാമത്തെ ലാസ്റ്റ് പോയിൻ്റ്, എക്സിറ്റ് ഫ്രം ആൻ ആർഗ്യുമെൻറ്റ് ഗ്രേസ്ഫുള്ളി. മുടി വലിച്ചു പറിച്ചോ ചവിട്ടി എറിഞ്ഞോ പോകാതെ നിങ്ങൾ പറഞ്ഞതിൽ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊന്ന് ചിന്തിക്കുക, നമുക്ക് പിന്നെ സംസാരിക്കാം. അവിടെ വലിയൊരു ഷോ കാണിക്കാതെ, വലിയ നിരാശ കാണിക്കാതെ, ശപിക്കാതെ എക്സിറ്റ് ഫ്രം ദ ആർഗ്യുമെൻറ്റ് ഗ്രേസ്ഫുള്ളി. മെയിൻ പോയിൻ്റ് അപ്പോൾ പ്രിൻസിപ്പിൾ 1, നിങ്ങൾ വേറെ ആളെ നിങ്ങളുടെ വശത്തേക്ക് ആക്കാനുള്ള ചെയ്യേണ്ടതിൽ പ്രിൻസിപ്പിൾ 1 ഈസ് ഡോണ്ട് എൻഗേജ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ്. നമ്മൾ ഈ ആർഗ്യുമെൻറ്റിൽ ഒരു പോയിൻ്റ് പറയുന്നുണ്ട്. നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ, പരസ്പരം ആർഗ്യൂ ചെയ്യുമ്പോൾ അവിടെ കുറേ ശബ്ദം ഉണ്ടാകുന്നല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണില്ല. ഞാൻ അങ്ങോട്ട് ഷൗട്ട് ചെയ്യണം, ഞാൻ പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അയാൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നുണ്ട്. നമ്മൾ തന്നെ നല്ല ഒന്നാന്തര എക്സാമ്പിൾ നമ്മുടെ ടി വിയിലത്തെ സംവാദങ്ങളാണ്. അതിൽ കുറച്ച് ഇത് എന്താ പറയണത്, ഐഡിയ എന്താണെന്ന് ആർക്കും മനസ്സിലാവാറില്ല. ഒരാൾ പറയും മറ്റൊരാൾ മിണ്ടാതിരിക്കുക. അപ്പോൾ ഇതിൽ പറയുന്നത് വൈഫ് ആൻഡ് ഹസ്ബൻഡ് നിർഭാഗ്യവശാൽ വല്ല ആർഗ്യുമെൻറ്റിൽ പെട്ട ഒരാൾ പറയാം, മറ്റൊരാൾ മിണ്ടായിട്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ദിസ് ആർഗ്യുമെൻറ്റ് വിൽ സ്റ്റോപ്പ്, ദറ്റ് ഫൈറ്റ് വിൽ സ്റ്റോപ്പ്, ദ ക്വാറൽ വിൽ സ്റ്റോപ്പ്. പലപ്പോഴും ആർഗ്യുമെൻറ്റ് മാതാവും പിതാവും ആർഗ്യുമെൻറ്റ് തുടങ്ങുമ്പോൾ പിള്ളേർ കയറി വാലടയ്ക്കും. ചിലർ ഞാൻ ഇന്ന് നിൽക്കില്ല, ഞാൻ വീട്ടിൽ പോവാം, ഞാൻ എൻ്റെ പഠിക്കുന്നിടത്തേക്ക് പോവാം, ജോലി സ്ഥലത്തേക്ക് പോവാം. കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങളാന്ന് പറയുന്ന നാളെ കാലത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോകുമെന്ന് പറയും. അപ്പോൾ ആരും, ഈവൻ നമ്മുടെ ശത്രുക്കൾ ഒഴിച്ച് നമ്മുടെ ആർഗ്യുമെൻറ്റ് ആരും എൻജോയ് ചെയ്യണില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത് ചെയ്തു, ഒരാൾ ആർഗ്യൂ ചെയ്യുമ്പോൾ രണ്ട് കൂട്ടരും സംസാരിക്കാതെ ഒരാൾ സംസാരിച്ചാൽ 1 മണിക്കൂർ നിൽക്കാവുന്ന കലഹം ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ നിൽക്കും. ഇത് രണ്ട് കൂട്ടർക്കും ഒരു കാര്യം തന്നെ ആഗ്രഹം, തിങ്സ് ഷുഡ് ഗോ സ്മൂത്ത്ലി. ആർഗ്യൂ ചെയ്തൊന്നും നേടാനൊന്നുമില്ല. ഇപ്പോൾ പാർട്ട് 3ൽ ഇനി വരുന്നത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് പാർട്ട് 3? ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. അപ്പോൾ ചാപ്റ്റർ 2 റെസ്പെക്ട് ടു ദി അതർ പേഴ്സൺസ് ഒപ്പീനിയൻ. ചാപ്റ്റർ 2ൽ പറയുന്നത് നമ്മുടെ എതിരാളി എന്നല്ല, നമ്മൾ ആരെയാണോ നമ്മൾ ഫേസ് ചെയ്യുന്നത് അയാളുടെ ഒപ്പീനിയന് ഒരു വില കൊടുക്കുക. മൂത്തടിച്ചോണം പറയരുത്, ഞാൻ പറയുന്നതാണ് ശരി, നീ പറയുന്നത് തെറ്റാണ്, ഞാൻ ഇപ്പോൾ പ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ളത് ഒരു ആർഗ്യുമെൻ്റ് സ്റ്റാർട്ടിങ്ങാണ്. ഷോ റെസ്പെക്റ്റ്. അപ്പം നമുക്ക് ഒന്ന് ആലോചിക്കാം, നീ പറഞ്ഞത് ശരിയായിരിക്കാം, യു മേ ബി റൈറ്റ്, ഞാൻ അത്ര ചിന്തിച്ചില്ല. ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഒരു കാര്യം പറയേണ്ടത്, ഒരാളെ ചിലർക്ക് ചില പോയിൻറ്റുകൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്.
ബി വൈസർ ദാൻ അതേഴ്സ് ബട്ട് ഡോണ്ട് ടെൽ. നിങ്ങൾ ബുദ്ധിമാനാണെന്ന് ഇങ്ങനെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇഫ് യു തിങ്ക് എ പേഴ്സൺ ഈസ് റോങ് സ്റ്റാർട്ട് ബൈ ഐ മേ ബി റോങ് ബട്ട് ലെറ്റ് us എക്സാമിൻ ദ ഫാക്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് പറയണം. ഞാൻ പറയുന്നത് ശരിയാണ്, കൂടുതലൊന്നും നിങ്ങൾ കേൾക്കണ്ട, എനിക്കിഷ്ടമല്ല കേൾക്കണത് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ തുടങ്ങാതെ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണ് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോകുന്നത്, തർക്കിക്കാൻ പോകുന്നത്, അയാളുടെ പോയിൻ്റ് കേൾക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള മട്ടിൽ തുടങ്ങണം. ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളൊരാളെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കണ മാതിരി തോന്നരുതെന്ന്. നമ്മൾ ഇനി പാർട്ട് 3യുടെ അടുത്ത പോയിന്റിലേക്ക് പോകണം. പാർട്ട് 3 എന്തായിരുന്നു? ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. ചാപ്റ്റർ 3യിൽ പറയുന്നത് ഒരു ചാപ്റ്ററിൽ ഒരു പ്രിൻസിപ്പിൾ. ചാപ്റ്റർ 3യിൽ പ്രിൻസിപ്പിൾ 3, ഇഫ് യു ആർ റോങ് അഡ്മിറ്റ് ഇറ്റ്. ചിലപ്പോൾ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി, ഇടയ്ക്ക് വെച്ച് ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് മനസ്സിലായി, എന്നെ പറഞ്ഞത് ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പിടിച്ചു നിന്നു. ഞാൻ പഠിപ്പിക്കുന്ന കാലത്തൊരു സാറ് ഞങ്ങൾക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ, ഞാൻ പഠിക്കുന്നത് ഒരു 40 കൊല്ലം മുന്നത്തെ കഥയാണ്. അഥവാ നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ സമ്മതിക്കരുത്. അന്നത്തെ 40 കൊല്ലം മുന്നത്തെ തിയറി അതായിരുന്നുണ്ടാവും. എന്തായാലും ഞാനത് ഇപ്പോഴും ഓർക്കണം. ഞാൻ പഠിക്കുമ്പോൾ ഒരു സാറ് പറഞ്ഞത്, നിങ്ങൾ അഥവാ വർക്കേഴ്സിൻ്റെ ഇടയിൽ തെറ്റുപറ്റിയാലും നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്, ബിക്കോസ് യു ആർ എ സൂപ്പർവൈസർ. പക്ഷേ കാർണഗിയുടെ വ്യൂ അതല്ല. കാർണഗിയുടെ വ്യൂ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കോടിക്കണക്കിന് ആൾക്കാർ അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്, അവരുടെ ജീവിതം നന്നായിട്ടുണ്ട്, അവർ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള CEOs ആയിട്ടുണ്ട്, സൂപ്പർവൈസേഴ്സ് ആയിട്ടുണ്ട്, മാനേജറായിട്ടുണ്ട്. ദേ ബിക്കം വെരി ഗുഡ് ലീഡേഴ്സ്, വെരി ഗുഡ് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നെ പഠിപ്പിച്ച സാറിൻ്റെ അഭിപ്രായമായിട്ട് കൂട്ടിക്കുറയ്ക്കേണ്ട. പ്രിൻസിപ്പിൾ 3 ഈസ് ഇഫ് യു ആർ റോങ് അഡ്മിറ്റ് ഇറ്റ്. അതിനും ബൈബിളിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എതിരാളിയായിട്ട് പെട്ടെന്ന് സമരസപ്പെടാൻ. എതിരാളിനെ അടിച്ചിരുത്തേണ്ട കാര്യമില്ല ബൈബിളിൽ പറഞ്ഞത്. ജീസസ് സെഡ് എഗ്രി വിത്ത് ദൈൻ അഡ്വേഴ്സറി ക്വിക്ക്ലി. അപ്പോൾ ലെറ്റ് us അഡ്മിറ്റ് അവർ മിസ്റ്റേക്ക് emphathetically. നമുക്കത് വേണ്ടെന്ന് വെച്ചിട്ടില്ല, വളരെ ആർജവത്തോടു കൂടി യെസ് ഐ ഡിഡ് എ മിസ്റ്റേക്ക്, കറക്റ്റ് ചെയ്യും. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ്, ഐ എം സോറി, ഇറ്റ് കോസ്റ്റ് യു സം ഗ്രീഫ് എന്ന മട്ടിൽ പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. നമ്മൾ പാർട്ട് 3യിൽ 3 പ്രിൻസിപ്പിൾസ് കഴിഞ്ഞു. വി വിൽ ഗോ ടു ദ 4th പ്രിൻസിപ്പിൾ. പാർട്ട് 3, ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. വാട്ട് ഈസ് ദ 4th പ്രിൻസിപ്പിൾ? ബിഗിൻ ഇൻ എ ഫ്രണ്ട്ലി വേ. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രയോഗമുണ്ട്, പട്ടിയുടെ മുഖത്ത് പൂച്ചനെ പിടിച്ചിട്ട പോലെ. പലരും സംസാരം തുടങ്ങുന്ന തന്നെ ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് സ്റ്റൈലിലാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സ്കിറ്റ് ഓർക്കുന്നുണ്ട്. അതായത് ഒരാളുടെ കാറ് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി, അയാൾക്കൊരു ജാക്ക് വേണം കാറ് പൊക്കാൻ. അപ്പോൾ ജാക്ക് വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചോദിക്കാം, വഴിയിലൊരു വീടുണ്ട്. അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ പറയാണ്, അവൻ ജാക്ക് തരില്ല, അവനെ വീട് കണ്ടാലേ അറിയാം. അവിടെ ചെന്നപ്പോഴേക്കും അയാളുടെ ഞരമ്പ് പൊട്ടി. അയാൾ പറഞ്ഞു, എനിക്ക് നിൻ്റെ ജാക്കും വേണ്ട, ഒന്ന് താങ്ങിയും വേണ്ടെന്ന്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇങ്ങനത്തെ ആൾക്കാരെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അവർ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു വഴക്കിട്ടണം. ഞാനും വളരെ പരിശുദ്ധനെന്നല്ല, ഞാനൊരു ചെറിയ ഡിസഗ്രിമെൻറ്റ് ചർച്ച ചെയ്യാൻ പോയി. എൻ്റെ അല്ല, നമ്മുടെ ഒരു ബ്രദറിൻ്റെ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടിപ്പോൾ ദേവൻ നല്ല പേര് ഞാൻ ആലോചിക്കുന്നുണ്ട്, തൃശ്ശൂർ ഉള്ളറ്റിൽ ദേവൻ. അപ്പോൾ ദേവൻ്റെ ഒരു ഫ്ലവർ മില്ലിൽ ഞാൻ പോയി നെഗോസിയേറ്ററായിട്ട്. അവിടെ അപ്പോൾ ദേവൻ പറഞ്ഞു, ഒരു ചായ കുടിക്കാം. എനിക്ക് നിങ്ങളുടെ ചായ ഒന്നും വേണ്ട, ഇത് ഞാൻ നെഗോസിയേറ്റ് ചെയ്യാൻ പോയ ഞാൻ, അല്ലെങ്കിൽ ഒരാളെ പാസിഫൈ ചെയ്യാൻ പോയ ആൾ തുടങ്ങും തന്നെ തൻ്റെ ചായ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനത് 4th പ്രിൻസിപ്പിൾ വളരെ ടച്ചിങ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, സ്റ്റാർട്ട് ഇൻ എ ഫ്രണ്ട്ലി വേ. ചെല്ലുമ്പോൾ തന്നെ സൗഹാർദ്ദം സ്റ്റാർട്ട് ചെയ്താൽ പകുതി പ്രശ്നം അവിടെ തീരും. മറ്റേ ആൾക്ക് നിങ്ങളായിട്ടുള്ള ഇഷ്യൂ അയാൾക്ക് താങ്ങാൻ പറ്റുന്ന സാമ്പത്തിക ഭാരമോ അല്ലെങ്കിൽ സമയമൊന്നും പോയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു മനോഭാവം, നിങ്ങൾ ആ കുറ്റം സമ്മതിച്ചാൽ തന്നെ അയാൾ ചിലപ്പോൾ നിങ്ങളെ വെറുതെ വിടും, അല്ലെങ്കിൽ ആ കേസ് അയാൾ മറന്നു കളയാൻ തയ്യാറാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ 4,
ഓർത്തിരിക്കുക, സ്റ്റാർട്ട് ഇൻ എ ഫ്രണ്ട്ലി വേ. ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ വേണം എന്തും ആരംഭിക്കാൻ. ഒരാളെ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്കതിൽ പറയുന്നത് നിങ്ങൾ അയാളുടെ ഫ്രണ്ടാണ്, ഈ ഇഷ്യൂ സോൾവ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ അല്ലാതെ ഇവിടെ ഒരു ഇൻകിലാബ് ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞ് തുടങ്ങണം. അപ്പോൾ നമ്മൾ ക്വിക്ക്ലി വിൽ ഗോ ടു പ്രിൻസിപ്പിൾ 5 ഇൻ പാർട്ട് 3. വാട്ട് ഈസ് പാർട്ട് 3? ഹൗ ടു വിൻ ഫ്രണ്ട്സ്, ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. അതിൽ പ്രിൻസിപ്പിൾ 5 നമ്മൾ ഒരു കാര്യത്തിൽ ചെല്ലുമ്പോൾ ഒരു 10 പോയിൻ്റ് ഡിസഗ്രിമെൻ്റ് ഉണ്ടാവും. അതിൽ 8നും നമുക്ക് ഒരേ ഇതായിരിക്കും. ആ 8 പോയിൻ്റ് നമ്മൾ രണ്ടു കൂട്ടരും ഒരു അഭിപ്രായമായിരിക്കും, 2 പോയിൻറ്റിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുക, അത് കഴിഞ്ഞിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള 2-3 ചെറിയ കാര്യങ്ങളുണ്ടാവുള്ളൂ, അത് പറഞ്ഞ് സോൾവ് ചെയ്യാം. നമ്മുടെ നല്ല ഉദ്ദേശം അവരെ കൺവിൻസ് ചെയ്യാം. പ്രിൻസിപ്പിൾ 5ലേക്ക് പോവാണ്. പിന്നെയും അതിൽ പറയുന്നത് ഗെറ്റ് യെസ് ഫോർ ആൻ ആൻസർ. ഇവിടെ നിന്ന് നമ്മൾ 6ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് പോവാണ്. വാട്ട് ഈസ് 6th പ്രിൻസിപ്പിൾ? ലെറ്റ് ദ അതർ പേഴ്സൺ ഡു ദ മോസ്റ്റ് ഓഫ് ടോക്കിംഗ്. അധികവും അവർ സംസാരിക്കട്ടെ. നമ്മളൊരാളോട് നിർബന്ധമായിട്ട് ബലമായിട്ട് മറ്റുള്ളവർക്കൊരു ചാൻസ് കൊടുക്കാണ്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതും ഞാൻ ഒരു കുട്ടിക്കാല അനുഭവത്തിലേക്ക് പോകേണ്ടി വരും. എൻ്റെ പിതാവിന് മരത്തിൻ്റെ കച്ചവടമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് തമിഴന്മാരൊക്കെ മരം ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോണത്. വളരെ ചെറിയ സമയം കൊണ്ട് ഒരു വലിയ ബിസിനസ്സുകൾ അവർ കൺക്ലൂഡ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അത് ഏകദേശം എങ്ങനെയാണ്, അവർ കാലത്ത് വരുന്നു, കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഡിസ്കഷൻ ഇരുന്നാൽ അവർ തടിയൊന്നും കാണാൻ പോകാറില്ല. അവർ തടിയുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതിൽ വണ്ണം നീളമൊക്കെ ഉണ്ടാവും, തടിയുടെ പേരുണ്ടാവും, കൂട്ടത്തിൽ അതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവും, ഏത് വിലയ്ക്ക് ഏത് തടി വാങ്ങിയ ലിസ്റ്റ് ഉണ്ടാവും. ഒരു ചോദ്യമുള്ളൂ, അന്തോണി കുട്ടി എത്രയാണ് മാർജിൻ ഉണ്ട്? അപ്പോൾ അണ്ണ 20% കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു 15 പോകുമല്ലേ എന്ന് ചോദിക്കും. കുഴപ്പമില്ല, അതുകൊണ്ട് ശരിയാവില്ല, എന്നിട്ട് ചെയ്യാമോ, ഒരു 17-18% തീർക്കും. ഒരു 4-5-6 ലോഡ് തടി കച്ചവടം നടക്കാൻ അവരെടുക്കുന്നത് ആകെ 30 മിനിറ്റ്സ്, അരമണിക്കൂർ താഴെ സമയമാണ്. അത് കഴിഞ്ഞാൽ അവർ സ്നേഹമായിട്ട് പിരിഞ്ഞു, ചിലപ്പോൾ ലഞ്ച് കൂടി കഴിച്ചിട്ട് അവർ പോകും. അവിടെ ഒരുപാട് സംസാരമൊന്നും ഇല്ല. അവർ നമ്മളെ കാലങ്ങൾ കൊണ്ട് പരിചയം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് ബേസ് ചെയ്തിട്ടാണ് അവർ ആ സെയിൽ കൺക്ലൂഡ് ചെയ്യണത്. ഇതിപ്പോൾ എൻ്റെ കാര്യം. കാർണഗിയുടെ ബുക്കിൽ എഴുതിയത് വേറൊരു സംഭവമാണ്, ഇച്ചിരി രസമുള്ള സംഭവമാണ്. ഒരു ട്രെയിനിൻ്റെ കോച്ച് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവിടെ അപ്പോൾസറി ഒരുപാട് വേണം, 1000 മീറ്റർ വേണം. അപ്പോൾസറി വിൽക്കാനൊരാൾ വന്നു, അവരുടെ സെയിൽസ് മീറ്റിംഗ് നടക്കുക. വന്ന് ഭാഗ്യവശാൽ ഈ വന്ന ആളുടെ തൊണ്ട അടഞ്ഞുപോയി, അയാൾക്ക് ശബ്ദം പുറത്തു വരുന്നില്ല. സ്റ്റിൽ ദ ഡീൽ വെൻ്റ് ഓൺ. അയാളൊന്നും സംസാരിക്കേണ്ടതില്ല, അയാൾ സംസാരിക്കേണ്ടത് കൂടി ഈ അപ്പോൾസറി വാങ്ങാനുള്ള കോച്ച് മാനുഫാക്ചററിനെ സംസാരിച്ച് ആ കച്ചവടം വളരെ ഭംഗിയായിട്ട് തീർന്നു. ഈ കച്ചവടം നടത്തിയ കമ്പനിയും ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് പ്രധാനമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ 6ാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നതാണ് ലെറ്റ് ദ other person do most of the talking. From here in part 3 we go to principle 7. The idea is of the other person. part 3 principle 7 പറയുന്നത് നമ്മളൊരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ ആരോട് സംസാരിക്കുന്നു അയാളുടെ ഐഡിയ ആയിട്ട് അതിനെ അവതരിപ്പിക്കാൻ സാധിക്കണം. ദിസ് ഈസ് മൈ ഐഡിയ, യു ഡു ആസ് ഐ സേ എന്നതിന് പകരം യു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദിസ് ഐഡിയ, ലെറ്റ് us ഡു ഇറ്റ് ടുഗദർ എന്നുള്ള മട്ടിൽ സംസാരിക്കണം എന്നാണ് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. നമ്മൾ ഇനി ഇവിടുന്ന് പ്രിൻസിപ്പിൾ 8ലേക്ക് പോവുക. ട്രൈ ടു സീ ഫ്രം ദ അതർ പേഴ്സൺസ് പോയിൻ്റ് ഓഫ് വ്യൂ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവരുടെ മറ്റാളുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന്, അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ, അതിന് പെർസ്പെക്റ്റീവ് എന്നൊരു പറയുന്നത്, പെർസ്പെക്റ്റീവിൽ കാണണം. നമ്മൾ അവരുടെ പൊസിഷനിൽ നമ്മളെ വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബ്രദേഴ്സൊക്കെ കുറേ മെഷീനറികൾ, ഈ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ മെഷീനറീസൊക്കെ കച്ചവടം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്.
പലപ്പോഴും വാങ്ങാൻ വരുന്ന ആൾക്ക് എത്ര വലിയ ഐഡിയ ഒക്കെ ഉണ്ടാവും, അവർ വലിയ പ്രോജക്റ്റ് കൊണ്ടുവരിക. പക്ഷേ ഇവർ ചെയ്യുന്നത് കണ്ടുന്നത്, സാർ ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുറഞ്ഞ മെഷീൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അവരുടെ വശത്ത് നോക്കുമ്പോൾ ദാറ്റ് മേക്സ് ബെറ്റർ ബിസിനസ് സെൻസ്. പക്ഷെ അവർ കുറേ കഴിയുമ്പോൾ ദേ ഗ്രോ ലൈക്ക് എനിത്തിങ്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ പ്രശസ്തമായ പല പേരുകളും ഇവരുടെ കൂടെ ചെറിയ തോതിൽ തുടങ്ങി വലിയ തോതിലായത് എനിക്കറിയാം. തമിഴ്നാട്ടിൽ വലിയ ലീഡിങ് ബ്രാൻഡാണ് ആച്ചി. ആച്ചി ഒരു ചെറിയൊരാളായിട്ട് തുടങ്ങിയത് എൻ്റെ കൺമുമ്പിലുണ്ട്. അതുപോലെ നമ്മുടെ അജ്മി, ഇവരൊക്കെ ചെറിയ ബ്രാൻഡായിട്ട് ചെറിയ ഒരു കമ്പനിയായിട്ട് തുടങ്ങി. ഇപ്പോൾ അവർ നാട്ടിൽ അറിയപ്പെടുന്ന കോടീശ്വരന്മാരാണത്. അപ്പോൾ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തിങ്ക് ചെയ്താൽ അവർ എന്നും നമ്മളെ ബഹുമാനിക്കുകയും നമ്മുടെ പോയിന്റിലേക്ക് അവർ വരികയും ചെയ്യും എന്നുള്ളതാണ് ഈ പറഞ്ഞ പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾ 9, സിമ്പതൈസ് വിത്ത് ദെയർ സിറ്റുവേഷൻ. നിങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങളുണ്ടായതുകൊണ്ടാണ്. ഒരു ആൾ ഇപ്പോൾ അതിൽ പറയുന്നത് ഒരു റാറ്റ് സ്നേക്ക് ആവുന്നത് അതിൻ്റെ അച്ഛനമ്മയും റാറ്റ് സ്നേക്ക് ആയിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ചിലപ്പോൾ പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഒരു പക്ഷേ അവരുടെ പൊസിഷൻ അതായിരിക്കും. ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു റോഡറിക്സ് ഉണ്ടായി. എപ്പോഴും വളരെ മോശം പദങ്ങൾ ഉപയോഗിക്കും. കുറേ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ വളരെ മോശം സാഹചര്യങ്ങളിൽ വളർന്നത്. ഒരു ഗലിയിൽ എൻ്റെ പിതാവിന് ഒരു പക്ഷേ പിതാവ് ഒരു അല്പം മദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്ന ആളാണ്. ഞങ്ങൾക്കൊക്കെ അതിൻ്റെ വിൽപ്പനയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ പറയണേ, അതുകൊണ്ടാണ് അങ്ങനെയായത്. ശരിയാണ്. അതിനുശേഷം എനിക്ക് അദ്ദേഹത്തിനുള്ള എൻ്റെ മനോഭാവം മാറി. പെട്ടെന്ന് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടും, ആവശ്യമില്ലാതെ ചീത്ത വാക്കുകൾ വിളിച്ച് പറയും. അപ്പോൾ നമ്മൾ അവരുടെ സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അവരോട് കുറച്ചും കൂടിയും നല്ല ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാനും അവരെ കൂടുതൽ അവരുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി ഊഷ്മളമാക്കാൻ പറ്റി. ഇനിയുള്ള പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിൻസിപ്പിൾ 10, അപ്പീൽ ടു എ നോബ്ലർ മോട്ടീവ്. പക്ഷേ നമ്മൾ ഒരു തർക്കത്തിൽ യു ആർ ഇൻ എ ബെറ്റർ പൊസിഷൻ ദാൻ മീ എന്നുള്ള മട്ടിൽ നമുക്ക് സംസാരിച്ചാൽ പല പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഞാൻ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂവിൽ അവർ എൻ്റെ പേരിലൊരു 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു ചാർജ് ഉന്നയിച്ചു. നമുക്കത് ഒരിക്കലും അത് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല, കൗണ്ടർ ചെയ്യാൻ പറ്റാത്ത ജാതി ക്ലിയർ ആയിട്ടുള്ള ഒരു കേസായിരുന്നു. പക്ഷേ നമ്മളത് കൗണ്ടർ ചെയ്യാൻ പോയില്ല. ഐ എം നോട്ട് ഇൻ പൊസിഷൻ ടു പേ. നിങ്ങൾക്ക് ചെറിയ തുക, എനിക്ക് ഒരു വലിയ തുകയാണെന്ന് പറഞ്ഞുള്ളൂ. ദേ ഇമ്മീഡിയറ്റ്ലി മേഡ് ഇറ്റ് ഇൻ ടു ഹാഫ്. അത് പക്ഷെ ഒരു ആർഗ്യുമെൻറ്റും ക്വാറലിങ്ങും അവിടെ നടക്കില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു പല ഇൻസ്റ്റൻസ് ഉണ്ട്. ടു സേവ് ടൈം അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി നമ്മൾ പാർട്ട് 3 ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. ഞാനിതിങ്ങനെ പറയുന്നത് ആ കണ്ടിന്യൂറ്റിയും ആ ഫ്ലോ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്, ഫ്ലോ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടു കീപ് യു റിവേറ്റഡ് ടു ദ പോയിന്റ്. പ്രിൻസിപ്പിൾ 11, ഡ്രാമറ്റൈസ് യുവർ ഐഡിയ. ഡ്രാമറ്റൈസ് യുവർ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരസ്യങ്ങളിൽ കാണാം. പരസ്യങ്ങളിൽ നമ്മൾ ഒരു ഉദാഹരണം കാരണക്കി പറയുന്നത്, ഈ സോപ്പ്, വാഷിംഗ് സോപ്പ്, അത് ഒരു ബക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ഷർട്ട് ഒരു മുഷിന ഷർട്ട് ഒരു ബക്കറ്റിലിട്ട് കഴിഞ്ഞാൽ പൊക്കുമ്പോൾ വെളുത്തിരിക്കും. അത് ഡ്രാമറ്റൈസിങ് ദ ഐഡിയ. ഇവരൊക്കെ പോപ്സിൻ്റെ ഒക്കെ സെയിൽസ് പീപ്പിൾ വരെയാണ് വേണ്ട. അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സോഫയിൽ നിന്ന് കുറേ പൊടി വലിച്ചൂരിയിടും, കുറേ പൊടി വലിച്ചെടുക്കും. ആ പൊടി ഉടനെ അത് ആ സോഫയിൽ തന്നെ എറിയണം. ഇത്രയും പൊടി കൂടെ നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള പോയിൻ്റ് അവർ നിങ്ങളുടെ തലയിലേക്ക് കുത്തിവെക്കുന്നതാണ്. അത് ഒരു ഡ്രാമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ആ കാര്യം നേരിട്ട് പറഞ്ഞാൽ മതി. ഇത്ര കുറേ പൊടിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കില്ല. ഒരു പക്ഷേ കുറേ മണിക്കൂറോളം സംസാരിച്ചിട്ട് മനസ്സിലാവില്ല. പെട്ടെന്ന് നമുക്ക് മനസ്സിലായി, ഈശ്വര ഇത്രയും പൊടിയിലാണോ ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്ന, ഇത്ര പൊടി കൂടിയാണ്. ഉടനെ നമ്മൾ ഒരു പക്ഷേ ആ പർച്ചേസ് നടത്തും. സെയിൽസ് പേഴ്സൺസ് വെറും റോഡിൽ വിൽക്കുന്ന ആയാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഡ്രാമറ്റൈസ് ചെയ്യുന്നത് ഉണ്ട്. അത് ഇവിടെ നിന്ന് തുടങ്ങി വലിയ കാര്യങ്ങൾക്കായാലുണ്ട്. മിക്ക പരസ്യങ്ങളിലും ഈ ഡ്രാമറ്റൈസേഷൻ
വളരെ 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 വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അവസാനത്തെ പ്രിൻസിപ്പിൾ 12, ത്രോ ഡൗൺ എ ചലഞ്ച്. ത്രോ ഡൗൺ എ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഇത്രയേ ഉള്ളൂ ഇല്ല എൻ്റെ അർത്ഥം. ഒരു സാധാരണ ഈ ഫാക്ടറികളിലൊക്കെ പ്രൊഡക്ഷൻ ഡാറ്റ കൊടുക്കും. ജനുവരി 2022 വി അച്ചീവ് ദിസ് മച്ച് ടൺ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫെബ്രുവരിയിലത്തെ പ്രൊഡക്ഷൻ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് 10% ഇൻക്രീസ്. അപ്പോൾ അതൊരു ചലഞ്ചാണ്. ക്യാൻ യു മേക്ക് ഇറ്റ് 10% മോർ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ആൾക്കാർ വരും, ആൾക്കാർ ശ്രമിക്കും. ഞാൻ പണ്ടൊരു സ്റ്റീൽ കമ്പനിയിൽ വർക്ക് ചെയ്തു, ഒരു ചെറിയ സ്റ്റീൽ കമ്പനിയിൽ. അവിടെ ഓരോ ദിവസത്തെയും ടൺ പ്രൊഡക്ഷൻ, ചെറിയ സ്റ്റീൽ കമ്പനിയാണ്, ഒരു 35 ടൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ ദിവസത്തെ എഴുതും. അപ്പോൾ ഒന്നാം തീയതിയിലത്തെ 35 ആണെങ്കിൽ ട്രൈ ടു മേക്ക് ഇറ്റ് 40 നെക്സ്റ്റ് ഡേ. അങ്ങനെ അത് എല്ലാ കമ്പനിയിലും ഉണ്ട്. അത് നമുക്കൊരു ചലഞ്ച് തരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. അതിലത്തെ നമ്മളൊരു 12 പോയിന്റ് പറഞ്ഞു. ആ 12 പോയിന്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഈ ഒരു പാർട്ട് 3 കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ലെറ്റ് us go to the first principle. The only way to get best of an argument is to avoid it. തർക്കങ്ങൾ ഒഴിവാക്കി മാത്രമേ ഒരു തർക്കങ്ങളിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. പ്രിൻസിപ്പിൾ 2, ഷോ റെസ്പെക്ട് ടു ദി അതർ പേഴ്സൺസ് ഒപ്പീനിയൻ. നെവർ സേ യു ആർ റോങ്. മൊത്തടിച്ചോണം ഒരാളോട് യു ആർ റോങ് എന്ന് പറഞ്ഞ് തുടങ്ങരുത്. അവർ പറഞ്ഞൊരു പോയിന്റ് ശരിയായിരിക്കാം, അത് നമുക്ക് ലെറ്റ് us sit and ഡിസ്കസ് എന്നുള്ള മട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈനിലേക്ക് വരാം. അയാളുടെ ഈഗോനെ ഹർട്ട് ചെയ്യാതിരുന്നാൽ മതി. പ്രിൻസിപ്പിൾ 3, ഇഫ് യു ആർ റോങ് അഡ്മിറ്റ് ഇറ്റ് ക്വിക്കലി ആൻഡ് എംഫതെറ്റിക്കലി. അത് ഉറച്ച് വേണം വേണ്ടെന്ന് വെച്ചിട്ട് ഐ എം സോറി, പോട്ടെ, അങ്ങനെയല്ല, ശരി നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്, ഞാനത് ആലോചിച്ചില്ല, താങ്ക് യു ഫോർ പോയിൻറ്റിങ് ഔട്ട് ദാറ്റ്. വളരെ പെട്ടെന്ന് നമ്മൾ തമ്മിലെ റിലേഷൻസ് മോശമാക്കുന്നതിന് മുന്നേ തന്നെ അത് അഡ്മിറ്റ് ചെയ്യുക. അത് വളരെ ഉറപ്പിച്ച് വളരെ കൺവിക്ഷനോട് അഡ്മിറ്റ് ചെയ്യുക. അത് അതർ പേഴ്സൺ വിൽ ബി സാറ്റിസ്ഫൈഡ്. പ്രിൻസിപ്പിൾ 4, ബിഗിൻ ഇൻ എ ഫ്രണ്ട്ലി വേ. നമ്മൾ ഒരു പ്രശ്നം തുടങ്ങുന്നതിന് മുന്നേ തന്നെ തോൽക്കരുത്. ഫ്രണ്ട്ലി വേയിൽ തുടങ്ങിയാൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും, ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും ശത്രുവും ഈഗോ ആണ്. ഈഗോ ഇല്ലെങ്കിൽ നമ്മൾ ആരും മുന്നോട്ട് പോകാൻ ശ്രമിക്കില്ല, നമ്മൾ ഉയരാൻ ശ്രമിക്കില്ല. പക്ഷേ ഈഗോ മിക്കപ്പോഴും നമ്മുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു സാധനമായിട്ടാണ് പൊതുവെ കണ്ടാകുന്നത്. നമ്മുടെ ഇഫ് യു ആർ വില്ലിങ് ടു ഫോർഗോ യുവർ ഈഗോ, യു ക്യാൻ അച്ചീവ് ഗ്രേറ്റ് ഗോൾസ് ആൻഡ് ഗ്രേറ്റ് ഹൈറ്റ്സ്. പ്രിൻസിപ്പിൾ 5, ഗെറ്റ് ദ അതർ പേഴ്സൺ സേ യെസ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ രണ്ടു കൂട്ടർക്കും സമ്മതിക്കാവുന്ന കാര്യങ്ങളിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു സംസാരം, ഒരു ഇൻട്രാക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ബഹളത്തിലേക്ക് പോകേണ്ട കാര്യം തുടങ്ങാം. നീ പറയുന്നതൊന്നും ശരിയല്ലെന്ന് തുടങ്ങാം, അല്ലെങ്കിൽ നീ പറഞ്ഞ ഇത്ര കാര്യം ശരിയാണ്, നമുക്ക് വലിയ അഭിപ്രായ വ്യത്യാസമില്ല. അവസാനത്തെ 2 പോയിൻ്റല്ലേ, അതൊരു പക്ഷേ പകുതിയിട്ട് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ ഒന്നുകൂടി ഇരിക്കാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. യെസ് എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് നോ എന്ന് പറയില്ല. മിക്കപ്പോഴും he will agree to the remaining issues that you are in conflict. നിങ്ങൾ പരസ്പരം നിങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന കാര്യങ്ങളും വളരെ അമിക്കബിളായിട്ട് സെറ്റിലാവും. അപ്പോൾ നിങ്ങൾ ഫൈൻഡ് ദ പോയിൻറ്റ്സ് വേർ യു ക്യാൻ അഗ്രി വിത്ത് ദ പേഴ്സൺ ടു ഹും യു ആർ സ്പീക്കിംഗ് ടു. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് യു ക്യാൻ കം ടു എ അമിക്കബിൾ സെറ്റിൽമെൻറ്റ്. ഗെറ്റ് ദ അതർ പേഴ്സൺ സേ യെസ് ഇമ്മീഡിയറ്റ്ലി while you start the interaction. Principle 6, let the other person do a great deal of talking. നമ്മൾ ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത്, ആരോടാണോ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണേ, അദ്ദേഹം കൂടുതൽ സംസാരിക്കട്ടെ, അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ. സമാധാനമായിട്ടും വളരെ ക്ഷമാപൂർവ്വവും അയാളെ എൻകറേജ് കൊണ്ട് അത് നമുക്ക് കേട്ടിരിക്കാം. അദ്ദേഹം കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവദിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. വിൽ ഗോ ടു പ്രിൻസിപ്പിൾ 7, ലെറ്റ് ദ അതർ പേഴ്സൺ ഫീൽ ദറ്റ് ഐഡിയ ഇസ് ഹിസ് ഓർ ഐഡിയ ഇസ് ഹേഴ്സ്. ഒരു ഐഡിയ അതിൽ അല്പം നമ്മുടെ ഇൻപുട്ട് ഉണ്ടെങ്കിലും ദ അതർ പേഴ്സൻ്റെ ഐഡിയ പെട്ടെന്ന് സമ്മതിക്കും, പെട്ടെന്ന് നമ്മളോട് ചേരും. നമ്മുടെ വശത്തേക്ക് അയാളെ കൊണ്ടുവരലാണ്
നമ്മൾ ഈ ഈ പാർട്ടിൽ ഉദ്ദേശിക്കുന്നത് തന്നെ, പാർട്ട് 3 ഉദ്ദേശിക്കുന്നത് തന്നെ ഹൗ വി ക്യാൻ ബ്രിങ് ദ അതർ പേഴ്സൺ ടു അവർ സൈഡ്. പ്രിൻസിപ്പിൾ 8. നമ്മൾ ആരോടാണോ നമ്മൾ സമ്മതിക്കുന്നത് ആളുടെ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. പുട്ട് ourselves in his shoes, in his place. ഒരു പക്ഷേ നമ്മുടെ സ്ഥിതിയിലാവില്ല അദ്ദേഹം വരുന്നത്. അങ്ങനെയാണെങ്കിലും നമുക്ക് അയാളെ നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. അതുപോലെ ദ അതർ പേഴ്സൻ്റെ സർക്കംസ്റ്റാൻസസ് അതായിട്ട് സിമ്പതൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതർ പേഴ്സൺസ് മേ നോട്ട് ബി ആസ് കമ്മിങ് ഫ്രം എ സർക്കംസ്റ്റാൻസ് ദാറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ours. നമ്മുടെ സർക്കംസ്റ്റാൻസിൻ്റെ അത്ര തന്നെ നല്ല ഒരു സാഹചര്യത്തിൽ നിന്നാവില്ല അദ്ദേഹം വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക. നമുക്ക് പ്രിൻസിപ്പിൾ 10 അപ്പീൽ ടു എ നോബിൾ മോട്ടീവ്. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ നല്ല പോയിന്റ് കണ്ട് അദ്ദേഹത്തിൻ്റെ യു ആർ അറ്റ് എ ഹയർ ലെവൽ ദാൻ ഐ ആം, അല്ലെങ്കിൽ യു ഹവ് ഡൺ സോ മച്ച് തിങ്സ് ഫോർ ദ സൊസൈറ്റി, യു ക്യാൻ ഡു ദിസ് ടു മീ, യു ഹവ് ഡൺ സെവറൽ തിങ്സ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദ മാൻകൈൻഡ്. Having completed part 3, we will go to the last part 4. ഈ പാർട്ടിൽ പറയുന്നത് നമുക്കൊരു കങ്കാണിയോ ചട്ടമ്പിയോ ആവാതെ എങ്ങനെ ഒരു ലീഡറാവും വിത്ത് എ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഹൗ വി ക്യാൻ ചേഞ്ച് പീപ്പിൾ. We will quickly move to part 4. Perhaps this is the smallest part but very enjoyable. ഇതിലെന്താണ് പറയുന്നത്? ഹൗ യു ക്യാൻ ബിക്കം എ ലീഡർ റാദർ ദാൻ എ ബ്രാഷ് ഓർഡർ ഗിവിങ് സൂപ്പർവൈസർ. സ്റ്റിൽ യു ക്യാൻ ചേഞ്ച് പീപ്പിൾ വിത്തൗട്ട് ഗിവിങ് എനി സോർട്ട് ഓഫ് ഒഫൻസ് ഓർ വിത്തൗട്ട് അറൗസിങ് റിസെൻറ്റ്മെൻറ്റ്. ദിസ് ഈസ് എ പാർട്ട് which will tell you how to become a leader rather than a brash order giving boss or a ruthless commanding type of boss. You can correct people without giving offense or giving them or collecting a resentment from their part. What it says in part 4, first principle, begin with praise and honest appreciation. ഏതായാലും ഒരു ആളിൽ പല ഗുണമുണ്ടാവും, പക്ഷേ അയാളെ പറ്റി ഒരു കുറ്റം പറയുകയാണെങ്കിൽ ആ ഗുണം പ്രൊജക്റ്റ് ചെയ്യണം. ഞാൻ ഈ ഇവിടെ നിന്ന് അല്പം ഡൈവേർട്ട് ചെയ്തിട്ട് എൻ്റെ ജീവിതാനുഭവത്തിലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് കാലം ഒരു അസിസ്റ്റൻ്റായിട്ട് ഒരു ഡോക്ടർ ജോജോ പോൾ, ഹി വാസ് എൻ HOD, head of the Department of Commerce Department of a famous college. Since when he retired, he asked me to assist with some clerical work. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഷമ്മി, ഞാൻ എന്തെങ്കിലും തെറ്റിദ്ധരുത്തണം. ഞാൻ പറഞ്ഞു, സാറ് എന്ത് തെറ്റിദ്ധരുത്താൻ? സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വിവരം എനിക്കുള്ളൂ, പിന്നെ ഞാൻ സാറിനെ ഉപദേശിക്കാൻ ആളല്ല. സാറ് വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുക കറക്റ്റ് ചെയ്യണമെങ്കിൽ. അല്ല, എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഓക്കെ. ഞാൻ പറഞ്ഞു, സാറ് ഒരു അല്പം റെസ്റ്റ് എടുത്ത് സാവധാനം വർക്ക് ചെയ്താൽ മതി. വേറെ ഒന്നും എനിക്ക് സാറിനെ പറ്റി പറയില്ല. ഐ ലവ് വർക്കിംഗ് ഫോർ യു. വളരെയധികം എനിക്ക് സാറിൻ്റെ നിന്ന് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ സാറ് എന്നെ കറക്റ്റ് ചെയ്തിട്ടില്ല. ഐ ആം വെരി ഹാപ്പി എന്ന് പറഞ്ഞു. ഓക്കെ, ഷമ്മി കറക്റ്റ് ചെയ്യേണ്ട ചില പോയിൻ്റ് ഞാൻ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ സാറ് പറഞ്ഞു, യു ഓഫൺ ലൂസ് ഫോക്കസ്, യു സംടൈംസ് ബീറ്റ് പുഷ്. നിർത്ത്. സംടൈംസ് വൈൽ സ്പീക്കിംഗ് യു പോയിൻറ്റിൻ്റെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ട് സംസാരിക്കണം. ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞ്. എന്തായാലും ജോജോ പോൾ സാറിൻ്റെ ആ ഒരു നിർദ്ദേശം ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുണ്ടാവും. എന്തായാലും ജോജോ പോൾ സാർ എന്നെപ്പറ്റി പറഞ്ഞ നല്ല കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ച അതിൽ ഒരുവിധ റിസെൻറ്റ്മെൻറ്റോ ഒരു വിധത്തിൽ ഒഫൻസും എനിക്ക് തോന്നിയില്ല. മറിച്ച് ഞാൻ കുറച്ചും കൂടിയും നല്ല ഒരു സ്പീക്കറും നല്ലൊരു കോൺവെർസേഷനിസ്റ്റും ആവാൻ ആ നിർദ്ദേശം എന്നെ സഹായിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വന്നത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ബിഗിൻ വിത്ത് പ്രൈസ് ആൻഡ് ഓണസ്റ്റ് അപ്രിസിയേഷൻ. ജോർജ് പോൾ ഡെയിൽ കാർണഗിയുടെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം വായിച്ചിട്ടുണ്ടാവും. വളരെ സീനിയറായിട്ടുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം. എന്തായാലും വിൽ ക്വിക്ക്ലി ഗോ ടു പ്രിൻസിപ്പിൾ 2, ഹൗ ടു ക്രിട്ടിസൈസ് ആൻഡ് നോട്ട് ടു ബി ഹേറ്റഡ് ഫോർ ദാറ്റ്. കോൾ അറ്റൻഷൻ ടു മിസ്റ്റേക്സ് ഓഫ് പീപ്പിൾ ഇൻഡയറക്ട്ലി. ഒരാളുടെ ഒരു തെറ്റ് മുഖത്തടിച്ചോണം നേരിട്ട് പറയാതെ അല്പം തമാശയായിട്ടോ അല്പം മറ്റ് രീതിയിൽ സൂചിപ്പിക്കുക. ഇവിടെ ഡെയിൽ കാർണഗിയുടെ ഒരു പ്രിൻസിപ്പിൾ, ഒരു സംഭവം പറയുന്നുണ്ട്. ചാൾസ് ഷ്വാബ് എന്ന് പറഞ്ഞ ഒരു സീനിയർ മാനേജർ ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ കുറേ പേര് സിഗരറ്റ് വലിക്കുന്നുണ്ട്. സിഗരറ്റ് വലിക്കുമ്പോൾ അദ്ദേഹം എല്ലാവർക്കും ഓരോ സിഗരറ്റ് എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി വലിച്ചാൽ മതി, ഇവിടെ സിഗരറ്റ് വലിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, സ്റ്റീൽ ഫാക്ടറിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സിഗരറ്റ് വലിക്കാൻ തടസ്സമെന്ന് എനിക്കറിയില്ല, കാരണം മൊത്തം തീയാണ് അവിടെ. എന്തായാലും സിഗരറ്റ് വലി ചാൾസ് ഷ്വാബിൻ്റെ കമ്പനിയിൽ അനുവദിച്ചിട്ടില്ല. അദ്ദേഹം അത് എല്ലാവർക്കും വിളിച്ച് ശിക്ഷിക്കുന്നതിനോ വഴക്ക് പറയുന്നതിന് പകരം നിങ്ങൾ സിഗരറ്റ് വീട്ടിൽ കൊണ്ട് വിളിച്ചോളാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ സിഗരറ്റ് സമ്മാനിക്കുക ചെയ്തത്. ഇത് പറയുമ്പോൾ ഞാൻ വളരെ വളരെ മുന്നേ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർത്തു പോവുക. ഞാൻ എഫ്ഐസിൽ ഒരു ട്രെയിനി ആയിരുന്ന കാലത്ത് ഒരു ശിവരാമൻ സാറുണ്ട്, നമ്മുടെ കൊരട്ടിയിലുള്ള ശിവരാമൻ സാറ്. ഇപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ല, റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ടാവും. ഞാൻ തന്നെ റിട്ടയർ ചെയ്തു പിന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഒരു ആൾ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ എക്സ് സർവീസ്മാൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് താഴെ വീണു. സിഗരറ്റ് FICTയിൽ കൊണ്ടുവരാമെന്ന് വെച്ചാൽ വലിയ കുറ്റമാണ്, സസ്പെൻഷൻ ഉറപ്പാണ്, അതിലും കൂടുതലും പോവാം. യു ആർ നോട്ട് അലൗഡ് ടു ബ്രിങ് എനി ടൈപ്പ് ഓഫ് സ്മോക്കിംഗ് മെറ്റീരിയൽ ഇൻസൈഡ് അവർ ഫാക്ടറി. ശ്രീരാമൻ സാറ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുരേന്ദ്ര ആ ചോക്ക് എടുത്ത് വയ്ക്കി, ചോക്ക് കൊണ്ട് കമ്മിൽ വരരുത്. അദ്ദേഹം അതിനെ ചോക്കെന്ന് വിളിച്ചത്. ഉടനെ സുരേന്ദ്രൻ ആരും കാണാണ്ട് പെട്ടെന്ന് വലിച്ച് മാറ്റി, എടുത്ത് മാറ്റി, പെട്ടെന്ന് ആ സിറ്റുവേഷൻ സേവ് ചെയ്തു. സുരേന്ദ്രൻ സിഗരറ്റ് വലി നിർത്തിയോന്ന് എനിക്കറിയില്ല. എന്നിട്ട് അതിനുശേഷം കമ്മിലിൽ വലിച്ച് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അത്, പക്ഷേ അത് ആർക്കും ഒരു വിരോധമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി അതിൻ്റെ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ സംഭവം അവർ ഓർക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കോൾ അറ്റൻഷൻ ടു mistakes of people indirectly. That is principle 2. Now we are dealing in part 4, change people without giving offense. അതിൽ പ്രിൻസിപ്പിൾ 3 എന്താ പറയുന്നത്, ടോക്ക് അബൌട്ട് യുവർ മിസ്റ്റേക്സ് ബിഫോർ ക്രിട്ടിസൈസിങ് ദ അതർ പേഴ്സൺ. നമ്മൾ വേറെ ആളോട് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനും ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു രീതിയാണ് ഡെയിൽ കാർണഗി അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഞാനിതിൽ എൻ്റെ ഒരു ജീവിതാനുഭവം പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ധ്യാനിപ്പിക്കുന്ന ബ്രദേഴ്സ് ഓർ പാസ്റ്റേഴ്സ് വാട്ട് ദേ സേ, ഞാൻ ഒരു കാലത്ത് വലിയ മദ്യപാനിയായിരുന്നു, ദിവസം ഒരു കുപ്പി കുടിച്ചിരുന്നു, ഇപ്പം ഞാൻ കള്ള് കുടിക്കുന്നില്ല, വളരെ നല്ലൊരു കുടുംബ നാഥനായിട്ട് മാറിയിരിക്കുന്നു, നിങ്ങൾക്കും പറ്റും അത്. അല്ല, നിരന്നിരിക്കുന്നവർ മുഴുവൻ മദ്യപാനികളെന്ന് വിളിച്ച് സംസാരിക്കുന്ന രീതിയല്ല. I was also pray for this bad habit. I have come out of that. You too can. അപ്പോൾ ഒരു കുറ്റം സ്വയമേ ഏറ്റിട്ടാണ് അവർ ഈ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇതിൽ ഗ്രന്ഥകാരൻ ഡെയിൽ കാർണഗി പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മിസ് ജോസ്ഫൈൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഒരു ഡയറി കൊണ്ടുവന്നു. ജോസ്ഫൈനോട് പറഞ്ഞു, ജോസ്ഫൈൻ, ദിസ് ഈസ് എ ഡയറി ഐ യൂസ് ടു കീപ് വെൻ ഐ സ്റ്റാർട്ടഡ് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം. ഐ യൂസ് ടു മേക്ക് സെവറൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ലൈക്ക് യു. ഞാൻ ഓരോ സമയം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ ഐ നോട്ട് ഡൗൺ ഇൻ ദിസ് ഡയറി ആൻഡ് ലേറ്റർ ഓൺ ഐ കറക്റ്റ് ഇറ്റ്. ആൻഡ് ലൈക്ക് ദാറ്റ് ഓവർ ടൈം ഐ have stopped making silly spelling mistakes. Part 4, that is change people without giving offense. We are going to principle 4. പ്രിൻസിപ്പിൾ 4 പറയുന്നത് ഈ പോയിൻ്റാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നോ വൺ ലൈക്സ് ടു ടേക്ക് ഓർഡേഴ്സ്. ആർക്കും ഒരു ഓർഡർ എടുക്കുന്നത് ഇഷ്ടമില്ല. നമുക്കതിന് പകരം നമുക്കിങ്ങനെ ചെയ്തുകൂടെ, വി വിൽ മേക്ക് ദ അതർ പീപ്പിൾ പാർട്ട് ഓഫ് ദ ജോബ്. അതിന് ചെയ്യുന്നത് അവർ പറയുന്നത്, ഒരു സജഷൻ വെച്ചാൽ മതി, നമുക്കിങ്ങനെ നമ്മുടെ ഓഡിറ്റ് ഫിനിഷ് ചെയ്യേണ്ട സമയമുണ്ട്, തിങ്കളാഴ്ച 13-ാം തീയതിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വാട്ട് വി ക്യാൻ ഡു,
അപ്പോൾ അവർ ഓഫ് കോഴ്സ് ദേ വിൽ പുട്ട് ഇൻ മോർ എഫേർട്ട് മോർ ടൈം. അപ്പോൾ ചാപ്റ്റർ 4 സേസ് ദിസ്, നോ വൺ ലൈക്സ് ടു ടേക്ക് ഓർഡേഴ്സ്, അവോയ്ഡ് ഗിവിങ് brash orders. Instead of that, please ask for suggestions. They will give you valuable suggestion and they will work harder and they will input more time for that. Now we go to principle 5. Principle 5 ൽ എന്താ പറയുന്നത്? Let the other person save his her face. അതായത് നമ്മൾ ആരോടെ സംവദിക്കുന്ന, ആരോടെ നമുക്ക് സംസാരിക്കേണ്ട ആൾ മുഖം രക്ഷിക്കാൻ അനുവദിക്കണം. ഇപ്പോൾ ഒരു പറയേണ്ട കാര്യം വളരെ മയത്തിലും പറയാം. ഒരാൾ ചിലപ്പോൾ പിരിച്ചുവിടേണ്ടി വരും. പിരിച്ചുവിടുമ്പോൾ പറയാം, നിങ്ങൾ യു ഹാവ് ബീൻ പുട്ടിങ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്, യു ആർ പാർട്ട് ഓഫ് അസ്. എങ്കിലും നമ്മളൊരു 10% ആൾക്കാരെ കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ 10% കുറയ്ക്കാൻ എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, നാളെ തുടങ്ങി നിങ്ങൾ വരണ്ടെന്നല്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ വർക്കിന് ഞങ്ങൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സ്റ്റിൽ നമുക്ക് മാൻ പവർ കട്ട് ചെയ്യണം. അതിന് നല്ല വിശ്വസിക്കാവുന്നൊരു കാരണം പറയണം. ഞാൻ ഇവിടെ അഗെയിൻ ഐ വിൽ ഗോ ടു എ പേഴ്സണൽ എക്സ്പീരിയൻസ്. വർക്കിംഗ് ഇൻ സൗദി അറേബ്യ, ഐ വാസ് in that group I was the highest paid person. I was getting 2,500 riyals, whereas others were getting 1,500 riyals only. When the issue of a raise came after 1 year, they told, you have got a huge difference between you and your peers. So they asked us, we are giving 5,000 raise for them, but we can give you a raise of 2,500 only. I didn't feel anything. Still I was the leading, I was taking the biggest paycheck. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് അതിൻ്റെ ഒരു വിഷമവും കുറയും. അപ്പോൾ യു ഷുഡ് ലെറ്റ് ദ അതർ പേഴ്സൺ സേവ് ഹിസ് ഫേസ്. അപ്പോൾ എനിക്ക് ഒരു വിധത്തിലുള്ള ഒരു മാനഹാനി തോന്നിയില്ല. സ്റ്റിൽ ഐ വാസ് ഗെറ്റിംഗ് ദ ബിഗ്ഗസ്റ്റ് പേ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. നൗ വി വിൽ ഗോ ടു ചാപ്റ്റർ 6 ഓർ പ്രിൻസിപ്പിൾ 6. എങ്ങനെ ഒരാളിൽ നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് എടുക്കാം, ഹൗ ടു സ്പർ പീപ്പിൾ ഓൺ ടു സക്സസ്. അപ്പോൾ അതിൽ 2 സാഹിത്യകാരന്മാരുടെ കാര്യം അവർ പറയുന്നുണ്ട്. ചാൾസ് ഡിക്കൻസും പിന്നെ H.G. വെൽസ്. ഇവരൊക്കെ വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവർ ഏതെങ്കിലും വെയർ ഹൗസിൽ ജോലി ചെയ്യുക, ഏതെങ്കിലും പാക്കിംഗ് സെക്ഷനിൽ ലാബിലൊട്ടിക്കുക, ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു. പക്ഷേ അവരുടെ ചെറിയ ചെറിയ കൃതികൾ പലതും മടങ്ങി വന്നപ്പോൾ അവർ വേറെ അവരുടെ ഹെഡ് മാസ്റ്ററെ കൊണ്ട് കാണിച്ചപ്പോൾ, നിങ്ങൾ എഴുതുന്ന നന്നാവുണ്ട്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം മോർ ടൈം, യു ട്രൈ ഫോർ എ ബെറ്റർ ലിറ്റററി വർക്ക്. അങ്ങനെ അതുകൊണ്ട് ആ പ്രൈസ് കൊണ്ട് അവർ കൂടുതൽ നല്ല ഔട്ട്പുട്ട് എടുക്കാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ 6ാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത് യൂസ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിറ്റിസിസം. മുന്നേ പറഞ്ഞൊരു പോയിൻ്റ് തന്നെയാണ്, പക്ഷേ ഈ ഒരു സെക്ഷനിൽ അവർ പറയുന്നുണ്ട് എ ഗുഡ് വേർഡ് ഈസ് ബെറ്റർ ദാൻ എ വിപ്പ് എന്നാണ് 6ാമത്തെ പ്രിൻസിപ്പിളിൽ ഡെയിൽ കാർണഗി പറയുന്നത്. സി വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൈസ്, ഇതിലൊരു സംഭവം പറയുന്നുണ്ട്. ഒരാളുടെ ഒരു ഫിനോമിനലായിട്ടുള്ള സക്സസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒരു പക്ഷേ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അയാൾ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എത്ര ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ആയാലും യു ഷുഡ് ടേക്ക് ടൈം ആൻഡ് എഫേർട്ട് ടു പ്രൈസ് ദാറ്റ്. വെൻ യു പ്രൈസ്, ഡു ഇറ്റ് സിൻസിയർലി. അദ്ദേഹത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സംഭവം വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് പൊതുവെ തോന്നും. ബട്ട് യു ഷുഡ് പ്രൈസ് ലാവിഷ്ലി വിത്ത് സിൻസിയറിറ്റി. പ്രിൻസിപ്പിൾ 7 പറയുന്നത്, പ്രിൻസിപ്പിൾ 7, ഗിവ് ദ അതർ പേഴ്സൺ എ ഗുഡ് റെപ്യൂട്ടേഷൻ ടു ലീവ് അപ് ടു. നമ്മൾ ഒരാളുടെ മുൻകാലത്തെ നല്ല പ്രവൃത്തികൾ, നല്ല ആറ്റിറ്റ്യൂഡ്, അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് എന്തെങ്കിലും സ്ലാക്ക് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ആസ്ക് ഹിം, യു ആർ ഗിവിങ് ബെറ്റർ ഔട്ട്പുട്ട്, യു ആർ ഗിവിങ് ബെറ്റർ ഔട്ട്പുട്ട് ഫോർ ദ കമ്പനി. ഞാനൊരു സംഭവം പറയട്ടെ. എൻ്റെ ഒരു ചീഫ് എഞ്ചിനീയർ എബ്രഹാം റോയ് മാത്യു സാറ്, ഞാൻ റിട്ടയർമെൻറ്റ് സമയത്ത് കുറച്ച് സ്ലാക്കായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. കാരണം എന്തെങ്കിലും പോവല്ലെങ്കിൽ ഇത്രയും മതി എന്നൊക്കെ. അപ്പോൾ റോയ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, ഷമ്മി, ദിസ് ഈസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്ട് ഫ്രം യു, യു ആർ ഡെലിവറിങ് മച്ച് ബെറ്റർ വർക്ക്. നൗ യു ഓഫൺ കം ലേറ്റ് ആൻഡ് യു ഓഫൺ ലീവ് വിത്തൗട്ട് ടെലിങ് മീ. അതുകൊണ്ട് യു ഷുഡ് വർക്ക്
up to your past performance. അദ്ദേഹം എനിക്ക് ഒരു നല്ല റെപ്യൂട്ടേഷൻ എന്ന് തന്നെ ഓർമ്മപ്പെടുത്തണം ചെയ്തത്. അപ്പോൾ വാട്ട് ഈസ് പ്രിൻസിപ്പിൾ 7 says, give the other person a good reputation to live up to. Now we will go to principle 8. Principle 8, how to be a leader, how to correct without giving offense. That is a gist of part 4. Part 4 what is principle 8? Make the fault seem easy to correct. Now comes principle 9. Making people glad to what you want to do. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് മറ്റേ ആൾ അത് ചെയ്യാൻ സന്തോഷം തോന്നണം. പണി നമ്മൾ ഓർഡർ ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഒരു സ്പെഷ്യൽ വർക്ക് വെച്ചാൽ വി ക്യാൻ സേ യു വിൽ ഗെറ്റ് എ റേസ് ഫോർ ദാറ്റ്, യു വിൽ ഗെറ്റ് എൻ അഡീഷണൽ ഇൻകം ഫോർ ദാറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. യു വിൽ ഗെറ്റ് ദാറ്റ് വർക്ക് ഡൺ. പക്ഷേ ആ വർക്ക് ചെയ്യുന്നതിൽ വാട്ട് ഹി വിൽ ഗെറ്റ് എന്ന് സൂചിപ്പിക്കുന്നുണ്ടെന്ന് തെറ്റ്. പക്ഷേ സിൻസിയറായിരിക്കണം. പണി കഴിയുമ്പോൾ അത് മറന്ന പോലെ ആക്കരുത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്കതിനോ സെവറൽ ഇൻസ്റ്റൻസ്. പണി കഴിയുന്നവരെ എല്ലാവരും കൂടിയിട്ടുണ്ടാവും. പണി കഴിയുമ്പോൾ അവർ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് നിഷ്ക്രമിക്കുന്ന സീനുകൾ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. പ്രോമിസ് വാട്ട് യു ക്യാൻ ഡെലിവർ, വാട്ട് ദ അതർ പേഴ്സൺ വിൽ ഗെറ്റ് ഔട്ട് ഓഫ് that work done on time and in a good manner, and stick to your promise. Now we will make a quick tour of what it is said in part 4. പാർട്ട് 4 പറയുന്നത് വളരെ ചുരുക്കി പറയാണ്. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം, അതിന് രണ്ടാമതൊരു എക്സ്പ്ലനേഷനുള്ള സമയമില്ല. പാർട്ട് 4 in a nutshell: change people without giving offense or arousing resent. Be a leader. 9 പ്രിൻസിപ്പിൾസ് പറഞ്ഞു. 9 പ്രിൻസിപ്പിൾസ് ഞാൻ ഓടിച്ച് പറഞ്ഞിട്ട് നിർത്താം. 1. Begin with praise and honest suggestion. 2. Call attention to people's mistakes in an indirect way. 3. Talk about your mistakes before criticizing others. 4. Ask questions instead of giving brash orders. 5. Let the other person serve face. 6. Praise the slightest improvement and praise every improvement. 7. Give the other person a fine reputation to live up to. 8. Use encouragement. Make the mistake easy to correct. 9. Make the other person happy doing things you suggest. ഇതോടുകൂടി ഈ പുസ്തകം അവസാനിക്കുകയാണ്. ഇതിൽ 4 പാർട്ട് എന്നെക്കൊണ്ട് കഴിയും വിധം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും ഇനി വേറൊരു പുസ്തകവുമായി ഞാൻ വരുന്നവരെ ഞാൻ തൽക്കാലം വിട പറയുകയാണ്. എന്തായാലും നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ ആ ഒരു ഇൻപുട്ടാണ് ഇങ്ങനത്തെ കൂടുതൽ പുസ്തകങ്ങളെ പ്രസൻറ്റ് ചെയ്യാനുള്ള എനിക്ക് ഊർജം കിട്ടുന്നത്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ്, like and share my video.